സ്പൈഡർമാൻ ബ്രാൻഡിലൂടെ കാണുന്നവരും പറയേണ്ട ചുരുക്കം ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മളെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 38ാമത്തെ പടമാണിത്. 38 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കാലം ഈ ഒരു ജേർണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് അതിൽ തന്നെ ഭയങ്കര അധികം ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ സ്പൈഡർമാൻ. ഈ സ്പൈഡർമാൻ്റെ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള 4ാമത്തെ പടം കൂടിയാണിത്. നമ്മുടെ ആദ്യത്തെ ഹോം കമ്മിങ്ങും ഫാർ ഫ്രം ഹോമും നോ വേ ഹോമും കഴിഞ്ഞിട്ടാണ് ഈ ഒരു പടം. നോ വേ ഹോമിൻ്റെ ഡയറക്റ്റ് സീക്വലാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് ഇരിക്കും ഈ പടം. അത് കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഈ പടത്തിൻ്റെ കഥ നടക്കുക. ആൻഡ് ഈ പടത്തിന് കിട്ടിയിട്ടുള്ള റിസപ്ഷൻ ചെറുതൊന്നുമല്ല. ഈ വർഷം തന്നെ നമുക്കിപ്പോൾ ഡൂംസ്ഡേ ഇറങ്ങുന്നുണ്ട്. ഡൂംസ്ഡേയുടെ ട്രെയിലർ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്തു. അതിൻ്റെ ട്രെയിലറിനേക്കാളും സർപ്പാസ് ചെയ്തിട്ടുള്ള ട്രെയിലർ വ്യൂസൊക്കെയാണ് ഇത്. അതായത് ഹയ്യസ്റ്റ് വ്യൂഡ് ട്രെയിലർ ഓഫ് ഓൾ ടൈം ആണ് ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ. അത്രയധികം നമുക്ക് ഇഷ്ടമാണ് ഈ ഒരു ക്യാരക്ടറിനെ. ഇത് നടക്കൂല എന്ന് വിചാരിച്ചൊരു പടമായിരുന്നു. അതായത് ടോം ഹോളണ്ടിൻ്റെ ആ ഒരു 3 പടങ്ങൾ കഴിഞ്ഞിട്ട് നോ വേ ഹോം കഴിഞ്ഞിട്ട് ആ ഒരു ട്രിലോജി കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്പൈഡർമാൻ MCUവിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇത്രയും കാലിലെടുത്ത് ഇത്രയും ഡിസ്കഷൻസൊക്കെ ശേഷം ഇത്രയും ഫാൻസിൻ്റെ ആഗ്രഹമൊക്കെ കണ്ടിട്ട് ആണ് ഇവർ ഈ പടം എടുത്തിട്ടുള്ളത്. സോ നടക്കില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് മാക്സിമം ആഘോഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് സോണി ഈ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും നല്ല ഡിസിഷൻസിലൊന്നാണ് ഈ പറയുന്ന സ്പൈഡർമാൻ്റെ റൈറ്റ്സ് മാർവലിനും ഡിസ്നിയും കൊടുത്തെന്ന് പറയാം. കാരണം അവരുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അവർ അതിൻ്റെ വില്ലൻസ് ആകാമെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് വെനം, മോർബിയസ്, മറ്റേ മാഡം വെബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ അവർ ചെയ്തു. പക്ഷെ അതൊന്നും അത്ര സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ക്യാരക്ടറിനെ വെച്ച് അവർ പണിയില്ല. അവർ പണ്ണാൻ മര്യാദയ്ക്ക് മാർവലിനറിയാം. സോ മര്യാദയ്ക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ വിട്ടുകൊടുക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് സ്പൈഡർമാൻ ഇല്ലാത്തൊരു അവഞ്ചേഴ്സ് ടീം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന രീതിയിലേക്ക് സ്റ്റേജിങ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യലി നമ്മൾ കണ്ടപ്പോൾ ടോബി മെഗ്ഗിയുടെ സ്പൈഡർമാനും ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാനേക്കാൾ കൂടുതലൊക്കെ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ. സോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനാണ്. ആൻഡ് നല്ല റിസപ്ഷൻ, ഒരു പടത്തിൽ നെഗറ്റീവ് ഇല്ല. എല്ലാം നല്ല ക്രിട്ടിക്കലിയും കൊമേഴ്ഷ്യലിയും സക്സസ് ആയിട്ടുള്ള പടങ്ങളായിരുന്നു. സോ സ്റ്റിൽ ഇനിയും പടങ്ങൾ വരുന്നു പ്രതീക്ഷിക്കാം. ഇതൊരു ട്രയോളജിയുടെ ഫസ്റ്റ് പടമാണെന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡും തേർഡും പടങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഈ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ ഒരു ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലൊക്കെ തന്നെ അപ്പിയർ ചെയ്യാനുള്ള ക്യാരക്ടറാണ്. സോ അതിലേക്കുള്ള ലിങ്ക് എന്നൊക്കെ പറയുന്നൊരു പടം കൂടിയായിരിക്കും ഇത്. ബ്രാൻഡ് ന്യൂ ഡേയുടെ എൻഡ് ക്രെഡിറ്റിലായിരിക്കും ഒരു പക്ഷേ നമുക്ക് എന്താണ് ഈ സ്പൈഡർമാൻ്റെ ഭാവി എന്നുള്ളതൊക്കെ നമുക്ക് കാണിക്കാൻ പോകും. ആൻഡ് ഈ ഒരു പടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഇപ്പോൾ MCUയുടെ സ്പൈഡർമാൻ സിനിമകളിൽ തന്നെ ഭയങ്കര അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രിമേസ് ഉള്ളതും ഒരുപാട് പുതിയ വില്ലൻസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. സോ ഈ പടം ഡയറക്റ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ നോ വേ ഹോമിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സ്പൈഡർമാനെ ആർക്കും അറിയില്ല. സ്പൈഡർമാനെ അറിയാം, പീറ്റർ പാർക്കർ ആരാന്ന് ആർക്കും അറിയില്ല. MJ ഉൾപ്പെടെ, നെഡ് ഉൾപ്പെടെ ലോകത്ത് ആർക്കും അറിയില്ല. എന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ലിട്ട് നമ്മൾ കണ്ടതായിരുന്നു. സോ നോ വേ ഹോമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂസിന് ശേഷം തൻ്റെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട പീറ്റർ പാർക്കർ പുതിയതായിട്ട് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബ്രാൻഡ് ന്യൂ ഡേ ആണ് നമുക്ക് കൂടുതൽ കാണാൻ പോകുന്നത്. സോ ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ്, മറ്റേ അവഞ്ചേഴ്സിൻ്റെയും സൂപ്പർ ഹീറോ ബാക്കിയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടികളൊക്കെ നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ ടോണി സ്റ്റാർക്ക് പോലും ഇല്ല മൂപ്പർക്ക് ഹെൽപ്പിനായിട്ട്, ആളുടെ ടെക്കും കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ്ലി ആദ്യമായിട്ട് ഒരു പുതിയ സ്പൈഡർമാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫ്രഷ് സ്റ്റാർട്ട് എങ്ങനെയാണ്, അതുപോലെ ആയിരിക്കും ഈ ഒരു പടത്തിൽ നമുക്ക് കാണാൻ പോകാം. അതിലുണ്ടാവുന്ന കുറേ ത്രെഡ്സും അതൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു പടത്തിൽ മെയിൻലി കാണാൻ. ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ മാത്രമല്ല, നമുക്കിതിൽ ഹൾക്ക് വരുന്നുണ്ട്, പണിഷർ വരുന്നുണ്ട്. ഇതൊക്കെ കൺഫേം ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു പക്ഷേ നമുക്ക് ഡെയർ ഡബിൾ വരും. ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഇവരൊക്കെ ആരാണ്, എവിടെ നിന്ന് വന്നു, ഇവരുടെ ആ ഒരു ടൈം ലൈൻ എങ്ങനെയായിരുന്നു, ഹൾക്ക് എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇൻക്രെഡിബിൾ ഹൾക്ക് മുതൽ നമ്മൾ ഈ ഒരു ക്യാരക്ടർ കാണുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ടൈം ലൈൻ എങ്ങനെ ഇവിടം വരെ, ഈ ഒരു ബ്രാൻഡ് ന്യൂ ഡേ വരെ, ദെൻ പണിഷറിൻ്റെ ടൈം ലൈൻ എങ്ങനെ ഈ ഒരു ബ്രാൻഡ് ന്യൂ ഡേ വരെ, ഡെയർ ഡബിളിൻ്റെ എങ്ങനെ, ദെൻ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ എവിടെ തുടങ്ങി, ഇപ്പോൾ സിവിൽ വാർ മുതൽ നമ്മൾ ഈ ഒരു ക്യാരക്ടർ കാണുന്നു. സോ അവിടെ മുതൽ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ഇവിടേക്ക് എത്തി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു റീക്യാപ്പ് പോലും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡ് ന്യൂ ഡേ വരെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതിൽ ഞാനിപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എവിടെയാണെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. സോ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വന്നാൽ നമ്മൾ ഇതിൽ എക്സ്ട്രാ ഇനി കുറേ വില്ലന്മാരെ, എക്സ്ട്രാ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അതിലിപ്പോൾ പ്രത്യേകം പണിഷറിൻ്റെ കാര്യം മാത്രം ഒന്ന് എടുത്ത് പറയണം. കാരണം ഹൾക്കിന് നമ്മളിപ്പോൾ സെപ്പറേറ്റ്ലി നമ്മൾ മറ്റ് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, MCUവിലുള്ളവർക്ക് ഫോളോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പണിഷർ ഒരു ലൈവ് ആക്ഷൻ സിനിമയിൽ വരുന്ന ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പ് സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസും, ദെൻ ഡെയർ ഡബിൾ ബോൺ അഗൈൻ എന്ന് പറഞ്ഞ ഡിസ്നി പ്ലസിൻ്റെ
യൂണിവേഴ്സിൻ്റെ സീരീസിലൊക്കെ തന്നെ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈവൻ റീസെൻ്റ്ലി പണിഷർ വൺ ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്പെഷ്യൽ എപ്പിസോഡ് അടക്കം ഒരു റിലീസ് ചെയ്തിട്ടുണ്ട്. അതടക്കം ഈ സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. സോ പണിഷർ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ആൾക്കാരെ കൊല്ലുന്നൊരു ക്യാരക്ടറാണ്. ഐഡിയോളജി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ അതിൽ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയാത്തത്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് അപ്പിയറൻസ് നമ്മൾ ഇതിലായിരിക്കും കാണുക. സോ ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആരാണ് പണിഷറിൻ്റെ ഐഡിയോളജി എങ്ങനെയാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സ്പൈഡർമാനെ പോലെയല്ല പണിഷർ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരു മെൻഡർ സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ അയൺമാന് പകരം സ്പൈഡർമാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്കായിരിക്കും പണിഷറിനെ കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെയാണ് തോന്നുന്നത്. നമുക്ക് കണ്ടതിന് അറിയണം. എന്നാൽ ഹൾക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എൻ ഗെയിമിലൊക്കെ കണ്ടതാണ്. നമ്മൾ ബ്രൂസ് ബാനറും ഹൾക്കും കൂടി മിക്സ് ആക്കിയിട്ട് മറ്റേ ഒരു പ്രൊഫസർ ഹൾക്ക് എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ക്യാരക്ടർ കംപ്ലീറ്റ്ലി റിപ്പയർ ആയി, പഴയ പോലെ തന്നെ. അതായത് നമ്മുടെ ഷീ ഹൾക്ക് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. ദെൻ ഷാങ് ചി ലെജൻഡ് ഓഫ് ദി ടെൻ റിങ്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റിലൊക്കെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പരിപാടി. അതായത് ഇപ്പോൾ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ട് ബ്രൂസ് ബാനർ വേറെ, ഹൾക്ക് വേറെയാണ്. ഈ ബ്രൂസ് ബാനറിൻ്റെ കയ്യിൽ ഒരു സപ്രസർ ഉണ്ട്. ഈ സാധനം വെച്ചിട്ടാണ് മൂപ്പര് ഹൾക്കിനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കൈവിട്ട് പോകുന്നൊരു സീക്വൻസ് നമ്മളിതിൽ കാണാൻ പോകുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ബ്രൂസ് ബാനർ ആയിട്ട് തന്നെ ആയിരിക്കും കാണാൻ പോവുക. എപ്പോൾ വേണമെങ്കിലും ആ ഒരു റേജ് ഫീൽഡ് ആയിട്ടുള്ള ഹൾക്ക് നമുക്ക് ഈ ഒരു പടത്തിൽ ഇറങ്ങി വരും എന്നുള്ള സിറ്റുവേഷനിലാണ്. ദെൻ ഡെയർ ഡെവിൾ എന്നൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ MCUവിൽ ഇതിന് മുമ്പ് നോവേ ഹോമിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ലോയറായിട്ട് വന്ന് ജസ്റ്റ് ഒരു ക്യാമിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഒരു അപ്പിയറൻസ് മാത്രം. സോ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനായിട്ട് പരിചയമുള്ളൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഉള്ളത് അറ്റ് പ്രസൻറ്റ് ഒരു ജയിലിലാണ്. അതേ ജയിലുള്ളൊരു സീക്വൻസ് ആവുന്ന ഒരു ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകൾ നമ്മൾ ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. സോ ദർ ആർ ഹൈ ചാൻസസ് ഫോർ ഡെയർ ഡെവിൾ ടു അപ്പിയർ ഇൻ ദിസ് മൂവി. ദെൻ ഇതല്ലാതെ സാഡി സിംഗിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. സാഡി സിംഗിൻ്റെ എന്ത് ക്യാരക്ടറായിട്ടാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ജീൻ ഗ്രേ ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതാണോ എന്ന് കൺഫേം ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ജീൻ ഗ്രേ ആണെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമ്മൾ എക്സ്മെൻ സീരീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പടം കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. ദെൻ കൺഫേം ആയിട്ടുള്ള വേറൊരു ക്യാരക്ടർ സ്കോർപ്പിയോൺ ആണ്. ഈ സ്കോർപ്പിയോൺ നമ്മുടെ ഇതിൻ്റെ തന്നെ കുറേ ഗെയിംസിലൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സ്പൈഡർമാൻ്റെ ഗെയിംസ്, പ്രത്യേകിച്ച് സ്പൈഡർമാൻ 1 എന്ന് പറഞ്ഞ് റീസെൻ്റ്ലി PS5 റിലീസ് ചെയ്തൊരു ഗെയിം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ. ദെൻ സ്പൈഡർമാൻ 2 ഐ തിങ്ക് ചെറിയൊരു ക്യാമിയോ പോലെ ഒരു ക്യാരക്ടർ വരുന്നുണ്ടായിരുന്നു തോന്നുന്നു. ഈ ഗെയിമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ നമ്മൾ കാണാൻ പോകുന്നത്. ഓൾറെഡി ഈ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ അഭിനയിക്കുന്ന ആക്ടർ നമ്മൾ സ്പൈഡർമാൻ്റെ ഫസ്റ്റ് പടം ഹോം കമ്മിങ്ങിൽ വന്നിട്ടുണ്ട്. ഹോം കമ്മിങ്ങിൽ ആ ഒരു ബോട്ടിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ നമ്മൾ കണ്ടാണല്ലോ. സോ അവിടെ വെച്ച് ഈ ഒരു ക്യാരക്ടറിനെ പിടിച്ച് ജയിലിലാക്കുന്നുണ്ടായിരുന്നു നമ്മൾ സ്പൈഡറിനെ. അതിനുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻക്രെഡിറ്റിൽ തന്നെ നമ്മുടെ വൾച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണാൻ പോകുന്നുണ്ടായിരുന്നു. ഇതിൽ മൈക്കിൾ മാൻഡോൻ്റെ സ്കോർപ്പിയോൺ എന്നൊരു ക്യാരക്ടർ. സോ അതിനാണ് ആ കാര്യത്തിനാണ് റിവെഞ്ചായിട്ട് വരുന്നത്. പക്ഷേ ഇതൊന്നും സ്പൈഡർമാൻ്റെ ഒരു ഗ്രേറ്റർ ത്രെട്ടായിട്ട് നമുക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞു വില്ലൻസ് ആയിരിക്കും ഇതൊക്കെ. ഐ തിങ്ക് ഇനി സാഡി സിംഗിൻ്റെ ക്യാരക്ടർ ആയിരിക്കും ഒരു പക്ഷേ വലിയ വില്ലൻ, അല്ലെങ്കിൽ മെയിൻ വില്ലൻ ഈ പടത്തിൽ നമുക്കറിയില്ല, നമുക്ക് കണ്ടതിന് അറിയണം. ദെൻ വിൽസൺ ഫിസ്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അപ്പിയർ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് ഉറപ്പില്ല, കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ വരാനുള്ള ചാൻസ് ഉണ്ട്. വിൽസൺ ഫിസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ വില്ലൻ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഹൾക്കും നമ്മുടെ പണിഷറൊക്കെ ഡെയർ ഡെവിളൊക്കെ കുറച്ച് കഴിഞ്ഞ് ആദ്യമൊക്കെ ഒരു അടി ഉണ്ടാവും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇവരുടെ കൂടെ നിൽക്കും നമുക്കറിയാം. പക്ഷേ ഈ പറയണതൊക്കെ വില്ലന്മാരാണ്, പ്രത്യേകിച്ച് സ്കോർപ്പിയോൺ, ഈ ജീൻ ഗ്രേ, തന്നെ ഈ പറയുന്നത് നമ്മുടെ വിൽസൺ ഫിസ്ക് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ ഡെയർ ഡെവിളിലെ മെയിൻ വില്ലനാണ്. എപ്പോഴൊക്കെ ഈ മെയിൻ മൂപ്പരായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഡെയർ ഡെവിൾ സീരീസുകൾ നെറ്റ്ഫ്ലിക്സിൻ്റെ 3 സീസണുകളിലും ഡെയർ ഡെവിൾ ബോൺ അഗെയിനിലും ഒക്കെ തന്നെ ഈ ഒരു ക്യാരക്ടറുണ്ട്. ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എത്തിയപ്പോഴേക്കും ആ ഒരു ക്യാരക്ടർ ഹെൽസ് കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മേയറൊക്കെ തന്നെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇതേപോലെ നമുക്ക് എക്കോ എന്ന് പറഞ്ഞ സീരീസിലും ദെൻ ഹോക്കായി എന്ന് പറഞ്ഞ സീരീസിലൊക്കെ തന്നെ ഈ വിൽസൺ ഫിസ്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഈ പടത്തിൽ അപ്പിയർ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മാർവലിലെ ടെലിവിഷൻ സീരീസുകളിലൊക്കെ തന്നെ ഭയങ്കരധികം, പ്രത്യേകിച്ച് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുന്ന ടെലിവിഷൻ സീരീസുകളിലൊക്കെ തന്നെ അപ്പിയർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഇപ്പോൾ വിൽസൺ ഫിസ്ക്. ദെൻ ടോം സ്റ്റോൺ എന്ന് പറഞ്ഞൊരു കോമിക് ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ഒരു വില്ലൻ ക്യാരക്ടറാണ്. അതും ഈ ഒരു പടത്തിൽ അപ്പിയർ ചെയ്യുന്നുണ്ടാവും. ആൽബിനിസം ബാധിച്ചിട്ടുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റ് ബോസാണ് ഈ ഒരു ക്യാരക്ടർ. ഒരു ഇംപെനിട്രബിൾ ആയിട്ടുള്ള സ്കിന്നും സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. എന്ത് തട്ടിയാലും കയറൂല, കുത്തൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സോ ഒരു റിജിഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറെ എങ്ങനെയായിരിക്കും സ്പൈഡർമാൻ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ നമ്മുടെ ഫ്ലോറൻസ് പൂവിൻ്റെ ക്യാരക്ടർ, മറ്റേ യെലേന ബെലനോവ, നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ സിസ്റ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ അപ്പിയർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ ഇപ്പോൾ മറ്റേ ന്യൂ അവഞ്ചർ നമ്മൾ തണ്ടർ ബോൾട്ടിലൊക്കെ കണ്ടാണല്ലോ, അതിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഡൂം സ്റ്റൈൽ ഉണ്ട് അവരുടെ ക്യാരക്ടർ എന്നുള്ളതും കൺഫേം ആയിരുന്നു. ഒരു പക്ഷേ എനിക്കറിയില്ല, ചിലപ്പോൾ എൻ ക്രെഡിറ്റിലോ എല്ലാം കാണിക്കുന്നുണ്ടാവും. ആ ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു ക്യാരക്ടർ വരാനുള്ളത്. ദെൻ ഇതേപോലെ തന്നെ ബൂമറാങ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറും കോമിക് ക്യാരക്ടറാണ്. ഈ സിംപ്ലി പറഞ്ഞാൽ ബൂമറാങ് അറിയുന്നൊരു വില്ലൻ, ആ ഒരു ക്യാരക്ടറും ഇതിൽ അപ്പിയർ ഇതിലുണ്ട്, കൺഫേം ആണ്. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിനെ. ഇതേപോലെ തന്നെ ടറന്റുള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതിൽ കാലിൽ
പോയ്സണസ് ആയിട്ടുള്ള മറ്റേ ഒരു കുന്തമനെ ഒരു നൈഫൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറും ട്രെയിലറിൽ അപ്പിയർ നമ്മൾ കണ്ടു, സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ തന്നെ വരാനിരിക്കുന്ന വില്ലൻസ് ആണ്. പക്ഷേ ഒരു ഐ തിങ്ക് മെയിൻ വില്ലനായിട്ട് ഒരു പക്ഷേ ചാൻസ് ഉള്ളത് ഹാൻഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആയിരിക്കും. അവരായിട്ടാണ് കൂടുതൽ ഫൈറ്റ് നമ്മൾ പല ട്രെയിലേഴ്സിലും കണ്ടത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഏൻഷ്യൻ പവർഫുൾ ആയിട്ടുള്ള ഒരു നിഞ്ച ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷനാണ്. ഒരു മെയിൻ കൺട്രോൾ ചെയ്യുന്ന ഒരു 5 പേരാണ്. ഇവരുടെ ഈ ഹെഡ്സിനെ പറ്റി, ഈ ഒരു 5 പേരൊക്കെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഹാൻഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടും ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞ ഡിഫൻഡേഴ്സിൽ ഇവർ മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഈ ഹാൻഡിനെതിരെയായിരുന്നു. ദെൻ ഡെയർ ഡബിൾ എന്ന് പറഞ്ഞ സീരീസിലും, ഡെയർ ഡബിൾ ആദ്യത്തെ ഐ തിങ്ക് സെക്കൻഡ് സീസണിലും, ദെൻ അയൺ ഫിസ്റ്റ് എന്ന് പറഞ്ഞ സീരീസിലൊക്കെ തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹാൻഡ് ആരാണ്, ഹാൻഡ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്രൈം ഓർഗനൈസേഷനായി മാറിയത്, അവരുടെ ഒറിജിൻ സ്റ്റോറി എന്താണെന്നുള്ളത്. പിന്നെ ഈ ഒരു ടീമപ്പായിട്ട് ഡിഫൻഡേഴ്സിൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ സീരീസ് MCUവിലെ അവഞ്ചേഴ്സ് പോലെ തന്നെ TV സീരീസുകളായിട്ട് നെറ്റ്ഫ്ലിക്സ് സെറ്റ് ചെയ്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഡെയർ ഡബിളും ജെസിക്ക ജോൺസും ലൂക്ക് കേജും ദെൻ ഈ അയൺ ഫിസ്റ്റ്, ഇവർ 4 പേരും കൂടി ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ടീമായിരുന്നു ഡിഫൻഡേഴ്സ്. സോ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഹാൻഡിനായിട്ടായിരുന്നു ആ ഒരു ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സീസണുള്ള ഒരു സീരീസിൽ. സോ അതുകൊണ്ട് ഓൾറെഡി ആ ഒരു ടെലിവിഷൻ യൂണിവേഴ്സിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അവരുടെ സിനിമാറ്റിക് അപ്പിയറൻസ് നമ്മൾ കാണുന്നുണ്ടാവും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ. സോ ഒരുപാട് വില്ലൻസ് ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ബൂമറാങ്ങും ടാരന്റുളൊക്കെ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ സിനിമയുടെ ചിലപ്പോൾ തുടക്കത്തിലുള്ള ഇനീഷ്യൽ ഫൈറ്റുകളൊക്കെ മാത്രമായിരിക്കും കുഞ്ഞു കുഞ്ഞു വില്ലൻസ് എന്നുള്ളത്. പക്ഷേ മെയിനായിട്ട് ഈ സിനിമയുടെ പ്രധാന ഉദ്ദേശം വെറുതെ കുറേ സൂപ്പർ ഹീറോസിനും സൂപ്പർ വില്ലേഴ്സിനും ഫൈറ്റ് ചെയ്യുന്നതല്ല, സ്പൈഡർമാന് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആരാന്ന് സ്വയം മനസ്സിലാക്കിയെടുക്കുക. ഒരു ഹെൽപ്പും ഇല്ലാതെ പുതിയതായിട്ട് ഒരു ക്യാരക്ടർ ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാനായിട്ട് എങ്ങനെ ആളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈവൻ MJക്ക് പോലും വേറൊരു ബോയ് ഫ്രണ്ട് ഉള്ളതായിട്ടാണ് ഈ ഒരു പടത്തിൽ നമുക്ക് കാണിക്കാൻ പോകുന്നുണ്ടാവുക. സോ ആളുടെ ഒരു ലവ് ഇൻട്രസ്റ്റും അങ്ങനെ ആ ഒരു ട്രാക്കും കംപ്ലീറ്റ്ലി പോയി. ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട് നെഡിനും ആളെ അറിയില്ല. സോ ആർക്കും അറിയാത്ത സമയത്ത് സ്പൈഡർമാൻ എങ്ങനെ ആളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളതായിരിക്കും ഈ പടത്തിൻ്റെ മെയിൻ ഉദ്ദേശം. അതായിരിക്കും ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഹ്യൂമൻ ഇമോഷണൽ കോർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ പടത്തിലെ ആക്ഷൻ സീക്വൻസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മൊത്തം ജാക്കി ചാൻ്റെ സ്റ്റൺ ടീമാണ്. പല സ്ഥലത്തും ബിഹൈൻഡ് ദ സീൻ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റിയലായിട്ട് ടോം ഹോളണ്ട് വന്ന് ഷൂട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ, ഈവൺ ഒരു ട്രക്കിൻ്റെ മേലെ നിന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഒരു തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീൻ ഫോട്ടോ ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. കുറേ കാലമായിട്ട് ഒരു ടോക്ക് ഓഫ് ദി ടൗൺ തന്നെയാണ് ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ പടം. ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം റിസപ്ഷൻ കിട്ടാൻ പോകുന്നൊരു പടം എന്നും കൂടി പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ടോം ഹാർഡിയുടെ വെനം എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ വെനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിംബയോട്ടിൻ്റെ ഒരു കമ്പിനേഷൻ നമ്മൾ ടോം ഹോളണ്ടിൻ്റെ യൂണിവേഴ്സിൽ നമ്മളിതുവരെ കണ്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ടോബി മഗ്ഗിയുടെ സ്പൈഡർമാൻ 3 ഇതുപോലെ സിംബ്യൂട്ട് ഒരു വെനം വന്ന് നമ്മൾ സെറ്റപ്പ് ആവും നമ്മൾ കണ്ടതാണല്ലോ. അടിപൊളിയാണ് സെറ്റപ്പ്. ഈ സാധനം നമ്മളിതിൽ കണ്ടിട്ടില്ല. അത് കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് അടുത്തടുത്ത് വരുന്നു എന്ന് കഴിഞ്ഞ പടത്തിലൊക്കെ തന്നെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു തിയറി അനുസരിച്ച് ഇതിലല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഇനി ഡൂംസ്ഡേയിലൊക്കെ ഒരു ക്യാരക്ടർ ഇങ്ങനെ സിംബയോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ അതിനുള്ള കാര്യങ്ങൾ റെഫറൻസുകളൊക്കെ ഈ പടത്തിൽ കാണിക്കുമെന്ന് നമുക്ക് നോക്കാം. കാരണം നോവേ ഹോമിൻ്റെ അവസാനം നമ്മുടെ ടോം ഹാർഡിയുടെ വെനം ഇതിലേക്ക് വരുന്നു, അതായത് നമ്മുടെ ഈ MCUവിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതായിരുന്നു. ജസ്റ്റ് ആ ഒരു മൾട്ടിവേഴ്സ് തുറന്ന് നമ്മുടെ ആ ഒരു സ്പെല്ലുള്ള സമയത്ത് തന്നെ സ്പെല്ല് തിരിച്ചായപ്പോൾ ആ ഒരു ക്യാരക്ടർ പോയി. പക്ഷേ പോയ സമയത്ത് സിംബയോട്ടിൻ്റെ ഒരു പീസ് ഇവിടെ ഇട്ടിട്ടാണ് പോയത്. ഒരു ബാറിൽ വീണ് കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. സോ ഇപ്പോൾ ഈ വെനത്തിൻ്റെ ആ ഒരു സിംബയോട്ട് നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എർത്ത് 616 സ്പൈഡർമാൻ ഉള്ള ഒരു യൂണിവേഴ്സിലുണ്ട്. സോ ദർ ആർ ഹൈ ചാൻസസ് നമ്മൾ ഈവൺ സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർവലിൻ്റെ മറ്റേ ഗെയിം സെക്കൻഡ് പാർട്ട്, അതിൽ ഈ സാധനം വെനമായിട്ടുണ്ട്. വെനമായിട്ട് കൺവേർട്ട് ആവുന്ന കുറേ പൊളി ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്. വെനമായിട്ട് ഈ സ്പൈഡർമാൻ കൾമിനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പൊളി സാധനമാണ്. അത് കാണാൻ ഭയങ്കര അധികം ആഗ്രഹമുണ്ട്. അതൊക്കെ ഒരു പക്ഷേ അതിൻ്റെ ഫ്യൂച്ചർ ഈ പടത്തിൽ ടീസ് ചെയ്യുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഡൂംസ്ഡേയിലൊക്കെ വരുന്നുണ്ടാവുമായിരിക്കാം. ഇതല്ലാതെയും ഈ പറഞ്ഞ ഡൂംസ്ഡേയിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ്ലി കാണാൻ പോകുന്നത് ഡൂംസ്ഡേ ആണ്. അതിൻ്റെ ഇടയിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. സോ എന്താണ് അതിൻ്റെ ഒരു ബ്രിഡ്ജ് ഒരു പക്ഷേ നികത്തുന്ന അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളൊക്കെ തന്നെ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷ. സോ മൾട്ടിപ്പിൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 ഉണ്ടാവും ഡൂംസ്ഡേ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു പടത്തിന് ഹൈ കൊടുക്കാനായിട്ട്. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ സ്പൈഡർമാൻ ഫാനാണ്, പക്ഷേ മാർവലിലെ മറ്റു കണ്ടന്റുകളൊന്നും ഫോളോ ചെയ്തിട്ടില്ല, ഇതെല്ലാം കൂടി കാണാനുള്ള ടൈമും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ ആ റീക്യാപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിൽ അപ്പിയർ ചെയ്യുമ്പോൾ വലിയ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഹൾക്കും സ്പൈഡർമാൻ, പണിഷർ, ഡെയർ ഡബിൾ, ദെൻ സാഡി സിംഗിൻ്റെ ക്യാരക്ടർ ആരാ നമുക്കറിയില്ല, അത് വരും. ദെൻ ഈ പറയുന്ന ടാരാൻഡുള, ബൂമറാങ്, ടോം സ്റ്റോൺ, സ്കോർപ്പിയോൺ, ഹാൻഡ്, ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ളൊരു പടമായിരിക്കും. സോ ഇറ്റ് വിൽ ബി എ ബ്ലാസ്റ്റ് എന്നുള്ളത് തീർച്ചയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക വലിയ സ്ക്രീനുകളൊക്കെ തന്നെ നമ്മുടെ മാർവൽ ഫാൻസ് കേരളയും മാർവൽ ഫാൻസ് ഇന്ത്യയൊക്കെ കൂടി സ്പൈഡർമാൻ്റെ ഫാൻ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു
കിടിലൻ ഇവൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ നോർമൽ ഷോ കാണുന്ന പോലെ ആയിരിക്കില്ല. ഈ ഒരു പക്ക ഫിൽഡ് ആയിട്ടുള്ള സ്പൈഡർമാൻ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് ഈ ഒരു പടം കാണുന്നുള്ളത്. അപ്പോൾ അത് മിസ് ചെയ്യേണ്ട. എവിടെയൊക്കെയാണ്, എത്ര മണിക്കൊക്കെയാണ് ഷോ, എവിടെയൊക്കെയാണ് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ അവരുടെ പേജിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.